എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ചക്കയുടെ സീസൺ തുടങ്ങിയല്ലേ, ഇനി അങ്ങോട്ട് ചക്കയുടെ വിഭവങ്ങളായിരിക്കും കൂടുതലും നമ്മൾ തയ്യാറാക്കുക. ഇപ്പോഴാണ് കേട്ടോ ഇവിടെ ചക്ക ഒന്ന് പൊട്ടി തുടങ്ങിയത്. എല്ലാ സ്ഥലത്തൊക്കെ ചക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിന്ന് ഇടിയൻ ചക്ക തോരൻ തയ്യാറാക്കാമെന്ന് കരുതിയിട്ടതാ പറിക്കാനായിട്ട് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ തനിച്ചല്ല കേട്ടോ, എൻ്റെ കൂടെ കൂട്ടിന് വേണ്ടിയിട്ട് അമ്മ റോക്കിനെയും കൂടി വിട്ടിട്ടുണ്ട്. കുറേ നാളായി നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ അവനും ഭയങ്കര ഒന്ന് ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവനെ നമ്മൾ ഇങ്ങോട്ടൊന്നും അങ്ങനെ അധികം വിടാറില്ല. പിന്നെ എൻ്റെ വീഡിയോ ഞാൻ പണ്ട് വീഡിയോ ഇട്ടിരുന്ന സമയത്ത് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, മലമ്പ്രദേശത്താണോ വീട്, ഉൾപ്രദേശത്താണോ വീടെന്ന് ഒക്കെ കേട്ടോ. അല്ല, നമ്മുടെ വീട് നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അതായത് വീടിൻ്റെ തൊട്ട് മുമ്പ് നാഷണൽ ഹൈവേ ആണ്. ഇതുപോലെ മരങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ചിട്ട് നമ്മളൊരു കാടിൻ്റെ പ്രതീതി ആക്കിയെടുത്തതാണ് കേട്ടോ. ഞാൻ 1-2 പേർക്ക് അങ്ങനെ മെസ്സേജിന് റിപ്ലൈ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു പ്ലാവ് കണ്ടെത്തിയിട്ടുണ്ട്. ചക്ക താഴെ തന്നെയാണ് കേട്ടോ കിടന്നിരുന്നത്. പക്ഷേ നല്ല കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. നിറച്ച് കിളികളാണ് കേട്ടോ ഇവിടെ, നിറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അത് ഇടിയൻ ചക്കയുടെ പ്രായം അങ്ങ് കഴിഞ്ഞു, വലുതായിപ്പോയി. പിന്നെ ഞാൻ ആ പ്ലാവിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ളതൊക്കെ കുഞ്ഞി ചക്കകളാണ്. നമുക്കത് തോരൻ വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടില്ല വിചാരിച്ചിട്ട് തിരിച്ചു പോരാന്ന് കരുതി ഒന്ന് നോക്കിയപ്പോഴാണ് ഒരു പ്ലാവുമ്പോൾ നമുക്കായിട്ട് വേണ്ടിയിട്ട് മാത്രം ഒരു ചക്ക അവിടെ കിടക്കണം. അത് കറക്റ്റ് പാകത്തിനുള്ള ചക്കയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ താഴെയാണ് കേട്ടോ കിടന്നിരുന്നത്. അതുകൊണ്ട് അത് വേഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റി. അങ്ങനെ ഞാൻ ചക്കയൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഒന്ന് നുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനൊരു പാത്രത്തിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലവർ കുക്കറിലായിരിക്കും റെഡിയാക്കുക. ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കാറുള്ളത്. അതിനുശേഷം കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. ഇങ്ങനെ വേവിച്ചാൽ എന്താ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടിയൻ ചക്ക നല്ല തോരനായിട്ട് തന്നെ കിട്ടും. അങ്ങനെ കുഴഞ്ഞൊന്നും പോവില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ തയ്യാറാക്കാറുള്ളത്. അതിനുശേഷം സ്റ്റൗവിനകത്തേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രത്തിൻ്റെ മൂടി കൊണ്ട് ഒന്ന് അടച്ചു കൊടുക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടോ അത്. കാരണം എന്താ വെച്ചാൽ വെള്ളം ഇനി വറ്റിപ്പോകുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുഴപ്പമുണ്ടായില്ല, വെള്ളമൊക്കെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു തവി ഉപയോഗിച്ചിട്ടൊന്ന് വെന്തോന്ന് നോക്കി. പക്ഷേ വെന്തിട്ടില്ല, ഇനിയും കുറച്ചും കൂടി വേവാനായിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം അത് വേവുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കാം. ഇതിനകത്തേക്ക് അരമുറി നാളികേരം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളികേരം കുറച്ച് കൂടുതൽ വേണം നമ്മുടെ ഇടിച്ചക്ക തോരന്. അതിനുശേഷം 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 നമ്മുടെ ചെറിയുള്ളി, പിന്നെ നല്ല ജീരകം 1/4 ടീസ്പൂൺ, പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് കാന്താരി മുളകാണ്. അപ്പോൾ കാന്താരി ഇല്ല വെച്ചാൽ നിങ്ങൾ പച്ചമുളക് ചേർത്തോളൂ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുരുമുളക് വേണമെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളകും കൂടി ഇടാം കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല. ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അരപ്പെന്ന് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ അരച്ചെടുക്കുമൊന്നും വേണ്ട. എല്ലാവർക്കും അറിയാമല്ലോ, ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഞാനത് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ ഇടിയൻ ചക്കയൊക്കെ ഇവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തുറന്നു നോക്കി, കുറച്ചും കൂടി വെള്ളം അതിനകത്തുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ നോക്കുമ്പം അതങ്ങ് ഉടഞ്ഞ് കറക്റ്റിൽ കിട്ടണം. എങ്കിലാണ് നമുക്ക് ഇനി അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പം കറക്റ്റായിട്ട് കിട്ടുള്ളൂ, കുഴഞ്ഞൊന്നും പോകാണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത്. പിന്നെ അതുമല്ല, ഇനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ആ വെള്ളം ഊറ്റിക്കളയരുത് കേട്ടോ. കാരണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. വെള്ളമൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് മാറും. എന്നിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടോടുകൂടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പക്ഷേ ഞാൻ ചൂടൊക്കെ ആറിയ ശേഷമാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. ഇനി ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ, അതിനകത്ത് വെച്ചിട്ട് ഇടിച്ചും എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇടിയൻ ചക്ക റെഡിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പെട്ടെന്ന് റെഡിയാവും. കാരണം നമ്മളൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ, അതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാനായിട്ട് നോക്കുക. കാരണം എന്താ വെച്ചാൽ ഇടിയൻ ചക്ക തോരനൊക്കെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ നാടൻ നല്ല വെളിച്ചെണ്ണ തന്നെ വേണം. അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2-3 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാളികേരം ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാറുണ്ട് ഞാൻ. ചിലവർ ഇടിയൻ ചക്ക ചേർത്തിട്ട് അതിനകത്തേക്കായിരിക്കും ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കുക. പല രീതിയിലാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ തയ്യാറാക്കുക. ഞാൻ നമ്മൾ ചതച്ച് വെച്ചിരുന്ന നാളികേരത്തിൻ്റെ പച്ചമണം മാറാൻ
ഒന്ന് ചൂടാക്കാറുണ്ട്. അതിനുശേഷം നമ്മുടെ ഇടിയൻ ചക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം കണ്ടില്ലേ, നമ്മൾ കുക്കറിനകത്തൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ ആദ്യമായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ വരാറുണ്ട്. എനിക്കും പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊക്കെ ഇടിയൻ ചക്ക തോരനൊക്കെ റെഡിയാക്കുമ്പം എന്താ പറയുക, ഇടിയൻ ചക്കയൊക്കെ കുഴഞ്ഞിട്ട് പായസം പരുവായിട്ട് എനിക്ക് കളയേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാറുള്ളത്. ഈ ചക്കയുടെ പാകം നമുക്ക് കറക്റ്റ് അങ്ങനെ അറിയാൻ പറ്റില്ല അല്ലേ. ചില ചക്കകൾ പെട്ടെന്ന് വെന്ത് പോകുന്നതുണ്ട്. ഈ വരിക്കച്ചക്കയും കൂഴച്ചക്ക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു പാത്രത്തിൻ്റെ മൂടി കൊണ്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. കുറച്ച് നേരം, അത് ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 2-3 സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മുടെ ചക്ക സീസൺ സ്റ്റാർട്ട് ചെയ്തു. ഇടിച്ചക്ക തോരൻ, അത് കഴിഞ്ഞാൽ അവിയൽ, പുഴുക്ക്, പഴുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്കയട, അങ്ങനെ അങ്ങ് തുടങ്ങുകയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്